ഇന്ന് വെറുതെ ഇരിക്കുമ്പോൾ എങ്ങനെ ഒരു ബ്ലോഗ് എടുക്കാം എന്നുള്ളതാണ്. എനിക്ക് വേറൊരു പണിയില്ല. ഞാൻ വീട്ടിൽ ഇരുന്നപ്പം അണ്ണൻ ചോദിച്ചു, എടാ സേവ് ഡേറ്റിന് പോണ് വരണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരയില്ലേ, വീട്ടിൽ ഇരിക്കില്ലേ, വെറുതെ വരാം. ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു റിസോർട്ടിലാണ് പോയത്. പുരാവിട എന്ന് പറയും, അവിടെയാണ് പോയത്. നല്ല വൈബാണ്. ഇത് നല്ല കടലിനെക്കാട്ടി നല്ല പൊക്കത്താണ് ഇരിക്കുന്നത്, ഭയങ്കര പൊക്കത്താണ് ഇരിക്കുന്നത്. അപ്പോൾ താഴെ മൊത്തം കടലാണ്. അപ്പോൾ അവിടെ ചെന്നിരുന്നാൽ ഭയങ്കര സമാധാനം. അവിടെ ഒരു ബഹളമോ ഒന്നും കാണില്ല. സൂപ്പറാണ്. ഇത്തിരി വെയിലുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മൾ 4-4:30 ഞാൻ ഈ ഫോൺ നോക്കണമെന്ന് വെച്ചാൽ ഒരു കാര്യമില്ല, ചുമ്മാ വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും നോക്കുന്നല്ലോ എന്ന് വിചാരിച്ചാണ്. ഞാൻ ഈ സൗണ്ട് കേട്ട് നോക്കണം. മറ്റേ പാരാഗ്ലൈഡിങ് എന്നുള്ള സംഭവമാണ്, ഒരു മേലിൽ കൂടെ പറന്നു പോകുമല്ലോ, അത് 2-3 ഉണ്ട്. വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ഇരിക്കുന്നത്. അവിടെ വലിയ ബഹളമൊന്നുമില്ല. താഴെ കണ്ട കടലാണ്, നല്ല താഴെയാണ് കടൽ. പാരാഗ്ലൈഡിങ് ആണ് ഈ സംഭവമാണ്, എല്ലാവർക്കും അറിയായിരിക്കും. 2-3 ഇഷ്ടം പോലെ പോകുന്നുണ്ട് അങ്ങോട്ടോട്ട്. വേറെ ആരുമില്ല. ഇത്തിരി വെയിലുണ്ടെങ്കിലും പാടാണ്, പക്ഷെ നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ. ഒറ്റയ്ക്ക് വേറെ ആരുമില്ലാതെ നമ്മൾ മാത്രം ഇങ്ങനെ ഇരുന്ന് എൻജോയ് ചെയ്യണത് നല്ലതാണ്. പക്ഷേ കുറേ നേരം ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ച് വേണ്ട, ഇവിടെ ഇരിക്കേണ്ട, കുറച്ച് നടക്കാം. പിന്നെ കുറച്ച് നടന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അവിടെ കുറേ നേരം ഇരുന്ന വെയിലടിച്ചാൽ ടാൻ അടിച്ചാൽ മുഖം ഒന്നാമത് നല്ല ടാനുണ്ട്, അപ്പോൾ ഇതും കൂടെ ആയാൽ പെടും. എൻ്റെ ബൈക്ക് കൂടെ പോവുകയാണ് പാരാഗഡി, നിങ്ങൾ കണ്ടു കാണും. അപ്പം എൻ്റെ കൂടെ വന്ന് ഒരാൾ എന്നെ നോക്കി ചിരിച്ച് കൈ കാണിച്ചു. അതാണ് ഞാൻ അങ്ങോട്ട് നോക്കി ഒരു ചിരി കൊടുത്തത്. ചിരിയാണല്ലോ എപ്പോഴും നല്ലത്. പിന്നെ അവരെ ഓഫീസിൻ്റെ അടുത്ത് ഒരു ആമ്പലിൻ്റെ കുളമുണ്ട്, സെറ്റാണ്. അതിൽ മൊത്തവും മീനാണ്. എന്ത് മീനാണെന്ന് എനിക്കറിയില്ല, പക്ഷെ മൊത്തം മീനാണ്. നേരത്തെ കഴിഞ്ഞതിനൊക്കെ വന്നപ്പോൾ നല്ല ലാമ്പിലും ഇതൊക്കെ പോത്ത് വന്നു. ഇപ്പം അതൊന്നുമില്ല. അതുകൊണ്ട് ഇതാണ് നമ്മളെ ഇന്നത്തെ കസ്റ്റമർ. അവർ വീഡിയോ എടുക്കുന്നത്, എനിക്ക് വേറൊരു പണിയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക്, നമ്മളിത്ര പേരേ ഉള്ളൂ ഇവിടെ, ഒറ്റയ്ക്ക് നടന്നു വേണം. അതുകൊണ്ട് ഇതാണ് പുരാവിട എന്നുള്ള അവരെ ഇതാണ് അവരെ ഡൈനിങ് ഏരിയയാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു വെൽഡ് ചെയ്ത കമ്പി കൊണ്ടാണ് ഉള്ളത്. അത് മുമ്പോട്ട് തള്ളി നിൽക്കുകയാണ് ആ വെൽഡ് ചെയ്ത സാധനം. അവിടെ നിന്നാൽ നമുക്ക് നല്ല വ്യൂ കിട്ടും. പക്ഷെ നല്ല പേടിയാവും, കാരണം ഈ ഇതിൽ നിന്ന് മുമ്പോട്ട് തള്ളിയിരിക്കുകയാണ്. ഈ വീഡിയോ കാണുന്നതൊക്കെ അല്ല, കണ്ണി കാണുന്ന അമ്മാതിരി സാധനമാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റിസോർട്ടാണ് വരുന്നത്. നല്ല വ്യൂ ആണ്. അതുകൊണ്ട് ഇത് കണക്കത്തെ ഒരു സാധനം അപ്പുറത്തുണ്ട്. അതുവഴി താഴെ ഇറങ്ങാൻ പറ്റും. അവിടെ മൊത്തം പടിയുണ്ട്. ഇത് കാരണം കാണാൻ പറ്റത്തേന് പടിയുണ്ട്. ഇതുവഴി താഴെ പോയി ബീച്ചിൽ പോയി കുളിക്കാം ഒക്കെ ചെയ്യാം. ഇവിടെ നിന്ന് നിൽക്കണം, പക്ഷെ കാല് വിറയ്ക്കും. പേടിയുള്ളവർക്ക് നല്ല വിറയ്ക്കും, കാരണം മുമ്പോട്ട് തള്ളി നിൽക്കുമ്പം കയ്യിൽ നിന്ന് ഫോൺ പോവോ, ചെറിയൊരു പേടി വരും. എൻ്റെ ഇപ്പോൾ കയ്യിൽ തന്നെ നിൽക്കുമ്പം ക്യാമറ ചെറിയൊരു ഷേക്കുണ്ട്. അത് പക്ഷേ വീഡിയോയിൽ അത്ര വേണമെന്നില്ല. എൻ്റെ മനസ്സിലും പേടിയുണ്ട്, ഫോൺ പോയാൽ തീർന്ന്. താഴെ പക്ഷേ മൊത്തവും ഫോറിനേഴ്സും ആൾക്കാരാണ്. മൊത്തം നമ്മളെ ആൾക്കാരും ചുമ്മാ വന്നിരിക്കുന്നു, കപ്പിളായിട്ട് വന്നിരിക്കുന്നു. എല്ലാവരും എൻജോയ് ചെയ്യാൻ വേണ്ടി ബീച്ചിൽ കുളിക്കുന്ന കുറേ പേര് ഒക്കെ. ഞാൻ വിചാരിച്ച് ഇനി ഇവിടെ നിൽക്കണ്ട കൂടുതൽ, എൻ്റെ കയ്യിൽ നിന്ന് ഫോണെങ്കിലും പോയാൽ തീരും. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇറങ്ങാം. അതുകൊണ്ട് അവർ കഫേ കൂടുതൽ പൊളിയാണ്ട് ഒരു പാട്ടൊക്കെ ഇട്ട് അവിടെ ബോങ്ങടിക്കുള്ള സെറ്റപ്പ്, ബീറടിക്കുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട്. ഇന്നത്തെ മെനു ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് എന്തിനാണ് ഇന്നത്തെ ഫുഡ് മെനു എന്നൊക്കെ അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഫോട്ടോ ഇപ്പോഴും നടക്കുകയാണ്. എനിക്കൊരു പണിയില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ വെറുതെ എൻജോയ് ചെയ്ത് നടക്കുന്നു. ഇതിനിടെ വെറുതെ ഞാൻ ഇരിക്കുന്ന കുറേ ഉണ്ട്. അതുകൊണ്ട് ഇതാണ് പുരാവിട എന്നുള്ള റിസോർട്ട്. നല്ല റിസോർട്ടാണ്, ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരും. ഇവിടെ പോയി ബുക്ക് ചെയ്താൽ കൊള്ളാം, നല്ലതാണ്. നല്ല റിസോർട്ടാണ്, നല്ല സമാധാനം എല്ലാം ഉണ്ട്. സ്വിമ്മിംഗ് പൂളൊക്കെ കൊണ്ടുപോകണം. ഇവിടെ നല്ല താഴ്ചയുണ്ട് സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത്. അപ്പോൾ ആ സൈഡിലൊക്കെ നിൽക്കാൻ പറ്റും, പക്ഷേ ഇവിടെ നല്ല താഴ്ചയുണ്ട്. ഇവിടെ എൻ്റെ കാലത്തിൽ താഴെ പോകാനുള്ളതാണ്, ഞാൻ അത് പിന്നെ എടുത്തില്ല, ഫോൺ അപ്പോഴേ കട്ടാക്കി. പക്ഷേ നല്ല റിസോർട്ടാണ്. ഇപ്പോഴും അവിടെ വീഡിയോ ഫോട്ടോ എടുക്കൊണ്ടിരിക്കണം. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ആവശ്യമില്ല, പിന്നെ ഞാൻ വെറുതെ നിൽക്കുകയല്ലേ, അതുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു. പക്ഷേ സ്കൈ, ഇന്നത്തെ സ്കൈ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഭയങ്കര വൈകുന്നേരമൊക്കെ ആയപ്പം ആ ഒരു റെഡ് സൂര്യൻ മേഘത്തിൻ്റെ ഇടയിൽ കൂടെ കാണുമ്പോഴേ വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ്. നേരത്തെ വന്നപ്പം ഈ സാധനം ഇവിടെ ഇല്ലായിരുന്നു, വെൽക്കം എഴുതി. ഇപ്പോഴാണ് ഇത് സെറ്റാക്കി വെച്ചത്, കമ്പി വെച്ച് വളച്ച് എഴുതി. കാണാൻ പൊളിയായിരുന്നു കേട്ടോ. റിസോർട്ട് മൊത്തത്തിൽ നോക്കണമെങ്കിൽ ഒരു രക്ഷയില്ല, കിട്ടിയ റിസോർട്ടാണ്. കുറേ റൂമുണ്ട്. ഈ റൂമൊക്കെ നല്ല വ്യൂ ആണ്. രാവിലേക്ക് എണീക്കുമ്പോഴേ നല്ല വ്യൂ ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റിസോർട്ടാണ് ഇവിടെ. അപ്പം ഫോട്ടോ എടുക്കാൻ ഇനി കുറച്ച് സാധനം കൂടെ എടുത്താലേ ഫോട്ടോ എടുക്കാക്കോളൂ. 2-3 ബുക്ക് എടുക്കണം. അവന്മാർ ഓഫീസിൻ്റെ അടുത്ത് കുറച്ച് ഷെൽഫുണ്ട്, അവിടെ കുറേ ബുക്കുകൾ വെച്ചിട്ടുണ്ട്. മൊത്തം ഇംഗ്ലീഷ് ബുക്കാണ്, മലയാളം ബുക്കൊന്നും ഇല്ല, മൊത്തം ഇംഗ്ലീഷ് ബുക്കാണ്. അപ്പം ഞാൻ എപ്പോൾ വന്നാലും ഒരു ബുക്ക് എടുക്കും, ദ സ്റ്റോറി എന്നുള്ള ബുക്ക്. അത് ഞാൻ ഇവിടെ നോക്കിയിട്ടൊന്നും കാണാനില്ല, അവന്മാർ മാറ്റിയെന്തോ. നല്ല ബുക്കായിരുന്നു, ഫോട്ടോയ്ക്ക് നല്ല ഒരു റെഡ് കളറാണ്, നല്ല രസമാണ്, ഫോട്ടോ അറിയാൻ പറ്റും. പിന്നെ ഇതാ സ്റ്റോറി എന്ന് പറയുമ്പോൾ അവരുടെ സ്റ്റോറി തുടങ്ങിയാണല്ലോ, അപ്പോൾ അത് തന്നെയാണ് ആപ്റ്റെന്ന് വിചാരിച്ചാൽ അത് നോക്കിയിട്ട് അതൊന്നും അവിടെ കണ്ടില്ല. നല്ല ബുക്കായിരുന്നു, അത് അവിടെ എങ്ങും ഞാൻ കണ്ടില്ല. പിന്നെ കയ്യിൽ കിട്ടിയ 3 ബുക്ക് എടുത്തു, ഏതാണെന്ന് പോലും അറിഞ്ഞുകൂടെ. പടം കണ്ടപ്പം കൊള്ളാം, ഫോട്ടോയ്ക്ക് നല്ല കയ്യിൽ നിന്നിട്ട് 3 ബുക്ക് എടുത്തു.
മൂന്നും കുഴപ്പമില്ല, കൊള്ളാം. അപ്പോഴാണ് ഞാൻ അണ്ണനോട് സംസാരിച്ചത്, അണ്ണ ഇതെന്തെന്ന്. അപ്പോൾ അണ്ണൻ പറഞ്ഞ് റൂമിൽ കൊണ്ടുപോകുന്ന ഒരു കസ്റ്റമറിൻ്റെ സാധനമാണ്. അണ്ണനൊക്കെ നല്ല കമ്പനിയാണ്. പറഞ്ഞാൽ വലിയ ബഹളവും ചില സെക്യൂരിറ്റിയെ ഭയങ്കര ഇതൊക്കെ ആയിരിക്കും, പക്ഷെ പാവമാണ്. അപ്പം ബുക്ക് കൊണ്ട് കൊടുത്ത് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത്, നല്ല വ്യൂ ഒക്കെ ആയിരുന്നു. അതൊക്കെ അവിടെ വെച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാം എടുത്ത്. പിന്നെ കുറച്ച് നേരം ഞാൻ ക്യാമറ വച്ചിട്ട് കുറച്ച് വീഡിയോ എടുക്കുന്നുണ്ട് പോയി. പക്ഷെ വീഡിയോ എടുക്കാൻ ഞാൻ ക്യാമറ വെച്ചിട്ട് പോയപ്പോൾ ഞാൻ ക്യാമറ മറന്നുപോയി. കുറേ നേരം ഞാൻ ഇതണക്ക് വീഡിയോ നിന്ന് പിന്നെയാണ് ഓർത്ത് ക്യാമറ അവിടെ വച്ചിട്ടുണ്ടല്ലോ എന്ന്. ഞാൻ കുറേ നേരം വച്ചു, ക്യാമറ മറന്നുപോയി. എന്തൊക്കെ ആലോചിച്ച് എന്തൊക്കെ ചിന്തിച്ച് ഇങ്ങനെ അങ്ങ് നിന്ന്, എന്താണെന്നല്ല അറിയാൻ വയ്യ. അങ്ങ് കാര്യം എന്തൊക്കെ ചിന്തിച്ച് അങ്ങ് ഇരിക്കുകയാണ്. അവർ മിണ്ടണമെന്നും കേട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.